തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. പ്രത്യേകിച്ച് BJP ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു മത്സരത്തെ ഏറ്റവും കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2010 6 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 2015 തിരുവനന്തപുരത്ത് 35 സീറ്റിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 34 സീറ്റ് തൊട്ടടുത്ത, അതായത് 2020 തെരഞ്ഞെടുപ്പിലും BJPക്ക് നേടാൻ കഴിഞ്ഞു. ഇത്തവണ തങ്ങൾ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നൊരു പിടിവാശിയിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ മത്സരം കൂടുതൽ ശ്രദ്ധേയമാവുന്നതും. ഇവിടെ UDF ഒരു കാര്യമായ ശക്തിയല്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കാരണം UDFന് കുറച്ച് വർഷം മുമ്പ് 40 സീറ്റ് ഉണ്ടായിരുന്നു, പിന്നീട് അത് 21ആയി. കഴിഞ്ഞ തവണ അത് 10ആയിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇത്തവണ UDF ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ചില സൂചനകളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ തീരദേശ മേഖലകളിലൊക്കെ തന്നെ UDFന്റെ കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞ തവണ CPM തിരിച്ചുപിടിക്കുകയായിരുന്നു. അത് തിരിച്ചുപിടിക്കാൻ UDFന് കഴിയുമോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും തിരുവനന്തപുരത്തിന്റെ BJPയുടെ സാധ്യതകൾ, BJP ഭരണം പിടിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധനും അതുപോലെ തന്നെ കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ K ജയപ്രസാദ് നമ്മളോട് സംസാരിക്കും. 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ വിശേഷിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ ചരിത്രപ്രധാനമായി മാറും. അതിന് ഞാൻ കാണുന്ന റീസൺ ഒന്ന്, തിരുവനന്തപുരത്ത് BJP ഭരണത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇത് മെജോറിറ്റി അതിനെ നമ്മളൊരു രാഷ്ട്രീയമായ ഒരു അവലോകനത്തെക്കാൾ ഉപരി വസ്തുതാപരമായ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. കാരണം 2010 തിരഞ്ഞെടുപ്പിൽ BJPക്ക് 6 സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. 2015 അത് 35 സീറ്റായിട്ട് അത് 29 സീറ്റുകളാണ് വർദ്ധിച്ചത്. അത് പ്രധാനമായിട്ട് നമുക്ക് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാണ്ട് 1 വർഷം ആകുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി തിരുവനന്തപുരത്തിലെ BJPയുടെ സംഘടനാ വളർച്ചയും ഒരു ഫാക്ടറായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് 2020 വരുമ്പോഴത്തേക്കും BJPയുടെ സീറ്റുകളിലും അതേ സീറ്റ് നിലനിർത്തിയെന്ന് പറയാം. അതായത് BJP പിന്നോട്ട് പോയില്ല, മുന്നോട്ട് കുതിച്ചില്ല ടോട്ടൽ റിസൾട്ടിൽ. പക്ഷേ അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, കോൺഗ്രസ് 21 സീറ്റിൽ നിന്ന് 10 സീറ്റായിട്ട് കുറയുകയും UDFന്റെ വോട്ട് ബൾക്കായിട്ട് LDFിലേക്ക് പോവുകയും ചെയ്തു. വിശേഷിച്ചും ന്യൂനപക്ഷ മേഖലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി UDF ജയിച്ചുകൊണ്ടിരുന്ന 1 ഡസനിലധികം മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോയി. മാത്രമല്ല BJP പരാജയപ്പെട്ട പല മണ്ഡലങ്ങളിലും നാമമാത്രമായ വോട്ടിന്, ഓരോ വോട്ടിനും ഉൾപ്പെടെ കവടിയാർ മണ്ഡലം വാർഡിൽ ഒരു വോട്ട് ഉൾപ്പെടെ പല വാർഡുകളിലും BJP തോറ്റു എന്ന് നമ്മൾ പറയെങ്കിലും നാമമാത്രമായ വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്. പക്ഷെ അതിനകത്ത് പടിഞ്ഞാറൻ ബെൽറ്റിൽ ചില സീറ്റുകളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റി ഭൂരിപക്ഷ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് UDF ജയിച്ച സ്ഥലങ്ങളിൽ LDF ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ഷിഫ്റ്റ് അവിടെയാണെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളിലും BJPയുടെ വാർഡുകളിൽ BJP ജയിക്കാൻ ഒരു UDFന്റെ വോട്ടിന്റെ കൂടി സഹായം ഉണ്ടായിട്ടുണ്ടാവില്ല. തീർച്ചയായും. അല്ല, ഈ തെരഞ്ഞെടുപ്പിലെ BJPക്ക് അനുകൂലമായ ഘടകം എന്ന് ഞാൻ പറയുന്നത് 2020 നിന്ന് വിഭിന്നമായിട്ട് 2025 വരുമ്പോഴത്തേക്കും കോൺഗ്രസ് കുറച്ചുകൂടെ ശക്തമായിട്ട് പ്രവർത്തനത്തിൽ, വിശേഷിച്ച് K മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് നടത്തുന്നുണ്ട്. പക്ഷെ അത് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ല. നമ്മളൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് ആക്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ജനങ്ങൾ കൂടെ വേണമെന്നില്ല. കാരണം വിശേഷിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. കോൺഗ്രസ് ആ തരത്തിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ വർക്ക് കാര്യമായിട്ടില്ല. പരമ്പരാഗത കോൺഗ്രസിന്റെ ശൈലിയിലുള്ള പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവേ നമ്മൾ കാണുന്നത് കോൺഗ്രസ് കുറച്ചുകൂടെ മുന്നേറിയാൽ അപ്പൊ അത് BJPക്ക് അഡ്വാൻറ്റേജ് ആയി മാറും. അപ്പോൾ കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്നത് ഇടതുപക്ഷത്തെ ആയിരിക്കും, BJPയിലെ. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ദൗർബല്യം അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകളിലാണ് ഇടതുപക്ഷം കേവല ഭൂരിപക്ഷം നേടിയത്. അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ 2015 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അന്നും ഇതുപോലെ തന്നെയാണ്. കോൺഗ്രസിന്റെ പിന്തുണയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ 2015 മുതൽ 20 വരെ
LDF ഭരിച്ചത്. കാരണം അന്നും കോൺഗ്രസിന് 21 സീറ്റ് ഉണ്ടായിരുന്നു, CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, BJPക്ക് 35 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 2015 മുതൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്. അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് അവിടെ പ്രതിപക്ഷം. കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണവുപക്ഷവുമല്ല പ്രതിപക്ഷവുമല്ല. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുകയും ഒരു അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് 5 വർഷവും അവര് ഇടതുപക്ഷത്തെ സേവ് ചെയ്യുകയും ചെയ്തു. ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് തിരുവനന്തപുരത്തിൽ ഒരു പ്രധാന ഫാക്ടർ അല്ല. നിയമമണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് തോന്നുന്നു മറ്റ് തിരുവനന്തപുരത്താണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും അതേപോലെ തന്നെ കഴക്കൂട്ടത്താണെങ്കിലും BJP വളരെ പിറകിലുള്ള, നേരിട്ട് കോൺഗ്രസും CPM തമ്മിൽ ഏറ്റുമുട്ടുന്ന ചില വാർഡുകളുണ്ട്. അത് തിരുവനന്തപുരത്ത് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. വട്ടിയൂർക്കാവിലും ചില ഇപ്പൊ കേശവസ്വരം, അങ്ങനെ കുറച്ച് വാർഡുകൾ, കിണവൂര്, അങ്ങനെയൊക്കെ ചില വാർഡുകളിലൊക്കെ തന്നെ LDFും UDFും തമ്മിലാണ് മത്സരം. അതുപോലെ കഴക്കൂട്ടത്തും ചില വാർഡുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ വാർഡുകൾ, അങ്ങനെ വാർഡിന്റെ എണ്ണം ഒരു 10-25 വരും. അതായത് BJPക്ക് 67 or 70 വാർഡുകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ഉണ്ടായത്. അതായത് ആളുകൾ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിൽ മടിയില്ലാത്ത ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാൽ പോലും BJPക്ക് വോട്ട് ചെയ്യുന്നതിന് ആളുകൾക്ക് മടിയില്ല. പക്ഷെ BJP ദുർബലമായിട്ടുള്ള 10-25 മണ്ഡലങ്ങളുണ്ട്. ആ വാർഡുകളിലെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയിരിക്കും എന്നുള്ളത് കൂടി കോർപ്പറേഷനിൽ BJP ഭരണം പിടിക്കുന്നതിനെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ വിലയിരുത്തേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ BJP മുഖ്യ പ്രതിപക്ഷമായതിനു ശേഷമുള്ള കോർപ്പറേഷൻ ഭരണം, കോർപ്പറേഷനിലെ അഴിമതി. അപ്പം ജനങ്ങൾ, എനിക്ക് തോന്നുന്നില്ല നമ്മൾ ലോക്സഭയും നിയമസഭയും ഇവിടെ താരതമ്യം ചെയ്യേണ്ട. കാരണം ജനങ്ങള് നിലവിലുള്ള കോർപ്പറേഷൻ ഭരണം, വിശേഷം കഴിഞ്ഞ 10 വർഷമായി ഒരു പരിധിവരെ കോൺഗ്രസിന്റെ മൗന പിന്തുണയോടെ നടക്കുന്ന ഒരു ഇടതുപക്ഷ ഭരണത്തിനോട് ജനങ്ങൾ സംതൃപ്തരല്ല. അപ്പം BJPയുടെ ഒരു പ്രത്യേകത, BJPയുടെ വളർച്ച കൺസിസ്റ്റന്റ് ആണ്, പുറകിലേക്ക് പോകുന്നില്ല. അത് മാത്രമല്ല 2 തെരഞ്ഞെടുപ്പുകളിൽ ഒരേപോലെ തന്നെ നമ്മൾ സാധാരണ ജയവും തോൽവിയും എന്നുള്ള തലത്തിൽ അനാലിസിസ് ചെയ്യുമ്പോൾ BJPക്ക് 34 സീറ്റ് ജയിച്ചു എന്ന് പറയുമെങ്കിലും ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് നാമമാത്രമായ ചെറിയ വേരിയേഷനാണ് ഉണ്ടാകുക. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട 3-4 മറ്റു ഘടകങ്ങളുണ്ട്. അതായത് ന്യൂനപക്ഷ വോട്ട് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുക, അത് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ തവണ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തേക്ക് പോയി. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ 2 സാധ്യതകളാണുള്ളത്. കാരണം BJPയുടെ വിജയത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, വിശേഷിച്ച് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനി മറ്റൊന്ന്, SDPI തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പൊ SDPI വോട്ട് പൂർണ്ണമായിട്ടും SDPI വോട്ട് അവർ പിടിക്കുകയാണെങ്കിൽ അതും ഇടതുപക്ഷത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ SDPIയുടെ വോട്ടിന്റെ പെർഫോമൻസ് ഫലത്തിൽ ബാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതയാണ്. കോൺഗ്രസ് ഇവിടെ വരുന്നില്ല. കാരണം മൈനോറിറ്റി ക്രിസ്ത്യൻ പ്രത്യേകിച്ച് ലാറ്റിൻ കത്തോലിക്കരൊക്കെ തന്നെ കടുത്ത കോൺഗ്രസ് അനുകൂലികളാണ്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ LDFനാണ് വോട്ട് ചെയ്തത്. ഇല്ല, അത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൽ ഒരു പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. വിശേഷിച്ച് നമ്മൾ 2014 മുതൽ നമുക്ക് കാണാം. 2004 മുതലേ കണ്ടാണ് തീരപ്രദേശത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീരപ്രദേശത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വൻപിച്ച ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിക്കാറുണ്ട്. നെയ്യാറ്റിൻകര, പാറശാല, കോവളം. അസംബ്ലിയിൽ വരുമ്പോൾ ഈ മണ്ഡലങ്ങളിൽ പൂർണ്ണമായിട്ടും, കോവളം മണ്ഡലമാണ് ഒരു എക്സെപ്ഷൻ പലപ്പോഴും വരിക, പക്ഷെ ഇടതുപക്ഷത്തിനാണ് ജനറലി. അപ്പൊ തിരുവനന്തപുരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല തന്നെ കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കും ഒരു MLA ആണുള്ളത് തോന്നുന്നു. അപ്പൊ തിരുവനന്തപുരം ജില്ല തന്നെ കോൺഗ്രസിന്റെ ഒട്ടും ശക്തമല്ല. പക്ഷെ ലോക്സഭയിൽ വരുമ്പോൾ വിഭിന്നമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധരല്ല. ലോക്സഭയിൽ അവർ കോൺഗ്രസിന്റെ കൂടെ ആയിരിക്കും. BJPയെ തോൽപ്പിക്കാനുള്ള എല്ലാ കാലത്തിലും ഒരു മാറ്റവും അതിനകത്ത് കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തും ഉത്തര മലബാറിലും ഒക്കെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകുന്ന BJPയുടെ സ്വാധീനം ആ തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഒരു ചരിത്രം നമ്മൾ പശ്ചാത്തലത്തിൽ അതിൽ പല വിഭാഗങ്ങളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ആയിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാകുക. ലോക്കൽ ബോഡിയിലും നിയമസഭയിലും പലപ്പോഴും ഇടതുപക്ഷത്തിനാണ് തിരുവനന്തപുരം ജില്ലയിൽ ന്യൂനപക്ഷത്തിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകുക. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2010 ശേഷം തിരുവനന്തപുരം
കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒരു ഫോഴ്സ് അല്ലാതായി. അതെ അതെ അതൊരു സംഘടന എന്നുള്ള തലത്തിൽ ഇന്ന് നമ്മൾ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നേതൃത്വപരമായിട്ട്. അതെ ജനങ്ങള് ആ തരത്തിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും സാധാരണ ഭരണകക്ഷിക്കെതിരായിട്ടാണ് ജനങ്ങൾക്ക് രോഷമുണ്ടാകുക. കേരളത്തില് ജനങ്ങളുടെ വികാരം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനെതിരായിട്ടാണ്. കാരണം ഇത്രയും ദുർബലമായ പ്രതിപക്ഷം കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളം കാണുന്ന തരത്തിൽ കേരള നിയമസഭ തന്നെ പല പ്രമേയങ്ങൾ ഐകകണ്ഠേനയാണ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ നിയമസഭയുടെ ചരിത്രത്തിൽ ഞാൻ നോക്കി വരുന്നുണ്ട് 6ഓളം പ്രമേയങ്ങൾ കോൺഗ്രസും CPM കൂടെ ചേർന്ന് പാസ്സാക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള. അതെ, പക്ഷെ അവിടെ തന്നെ സൂചിപ്പിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത്. ആ തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആരെയാ പ്രതിപക്ഷമായിട്ട് കാണുക? അപ്പം അതിൽ നമ്മൾ ഈ പുതിയ BJPക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങളാണ് കൂടുതൽ ശക്തരെന്ന് രണ്ടുപേരും മത്സരിക്കുന്നു. പക്ഷെ അവിടെ ഒരു പാർട്ടി ആത്മഹത്യാ നിലപാടെടുക്കാണ്. കാരണം തങ്ങളുടെ പാർട്ടിയുടെ വോട്ടിനെയും ശക്തിയെയും ജനാധിപത്യത്തിൽ പ്രകടിപ്പിക്കാതെ ഒരു ശത്രുവിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന ഏത് പാർട്ടിയെങ്കിലും അത് ആത്മഹത്യാ നിലപാടായിരിക്കും. അതിന് മുന്നോട്ട് വരാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ആ ട്രെൻഡിലേക്ക് മാറും. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു, കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ. മറ്റൊന്ന്, ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എപ്പോഴും വാർഡ് തലത്തിലെ പ്രവർത്തനമാണ് വോട്ടേഴ്സ് നോക്കുന്നത്. വെറും രാഷ്ട്രീയം മാത്രമല്ല, ഒരുപാട് പ്രാദേശിക ഘടകങ്ങളുണ്ട്, അപ്പൊ കുടുംബ ബന്ധങ്ങളുണ്ട്. പക്ഷെ കോർപ്പറേഷനിലൊക്കെ കുറച്ചുകൂടെ ഒരു ചെറിയ ന്യൂനപക്ഷ വോട്ട് അല്ലാതെയും മറ്റു രാഷ്ട്രീയ കാരണങ്ങളാൽ വോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ റോഡിന്റെ കാര്യങ്ങൾ, നമ്മുടെ ഗ്രാമീണ നിയമത്തിലെ, അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ ഇപ്പൊ നമുക്കറിയാം കോർപ്പറേഷനിലെ മേയർക്ക് പോലും സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടില്ല. സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കാതെ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പൊ ആ തരത്തില് CPM-ന് തന്നെ അറിയാം ഈ മേയറെ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് മേയർക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തത്. അല്ലാതെ മേയർ നാളെ MP MLA ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ റിസർവ് ചെയ്യുന്നതല്ല. MP MLA ആക്കില്ല എന്ന് അവര് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് തന്നെ ഭരണപക്ഷം തന്നെ പറയുന്നു ഞങ്ങളുടെ ഭരണാധികാരി മോശമായിരുന്നു എന്ന് അവര് തന്നെ ജനങ്ങളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? അപ്പൊ കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്ത് ആരാണ് പ്രതിപക്ഷം? അപ്പൊ നോർമലായിട്ട് ജനങ്ങളുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ ജാതി മത ഘടകങ്ങൾക്കപ്പുറമായിട്ട് രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടും ഉള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശക്തമായ ഒരു ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒറ്റയ്ക്കല്ലാതെ സാധ്യതകളില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, 50 ഭൂരിപക്ഷം നേടി. ഞാൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചില സീറ്റുകൾ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആളുകൾ 1% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മാറുക. ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ജയിച്ച 3 മുന്നണികളും ഏതാണ്ട് 1.5%, 2%, 3% വോട്ടിനകത്താണ് വ്യത്യാസം ഉണ്ടാകുക. അപ്പൊ ചെറിയൊരു ഷിഫ്റ്റ് തന്നെ ഈ സാധ്യതകളെ അനുകൂലവും പ്രതികൂലവും മത്സരം പല വാർഡുകളിൽ ഇല്ല എന്നുള്ളതാണ് വളരെ അപൂർവമായി. പക്ഷെ നാമമാത്രമായ മണ്ഡലങ്ങളിൽ ഉണ്ട് തന്നെ. അപ്പൊ ആ ത്രികോണ മത്സരത്തിന് അഡ്വാൻറ്റേജ് പലപ്പോഴും BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ ന്യൂനപക്ഷങ്ങളും കോൺഗ്രസിന്റെയും വോട്ട് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് തന്നെ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള രീതിയിലും, അതുപോലെ ഒരിക്കലും ഇടതുപക്ഷം ജയിക്കാത്ത മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞ തവണ. അർബൻ എഡ്യൂക്കേറ്റഡ് വോട്ടർമാരിൽ BJPയോട് ചെറിയൊരു ചായ്വ് അതുണ്ടാവും. പക്ഷെ ഇതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ഈ രാഷ്ട്രീയത്തെക്കാൾ ഉപരി നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങളും കൂടെ നോക്കുമല്ലോ. മാത്രം തിരുവനന്തപുരം നഗരത്തെ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നമുക്കറിയാം വളരെ കേന്ദ്രത്തിന്റെ തന്നെ നിരവധി കാര്യങ്ങൾ അതെ, കേന്ദ്രത്തിന്റെ പല പ്രോജക്റ്റുകളും ഈ വിശേഷിച്ച് നഗരവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് യഥാവിധി നടപ്പാക്കിയിട്ടില്ല. ചിലതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്, ചിലത് ഇപ്പം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, റോഡ് നിർമ്മാണമാണെങ്കിലും വളരെ വൈകിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലുണ്ടായ വികസനം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 12 വർഷത്തിന് ശേഷം നമ്മൾ ദേശീയ തലത്തില് നഗരാസൂത്രണത്തിലും നഗരത്തിന്റെ വികസനത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രകടന പത്രികയൊക്കെ ഏതാണ്ട് ആ തരത്തിലാണ്. കാരണം BJP അതുകൊണ്ട് തന്നെ കൂടുതലും ഈ വികസനത്തില് കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഇപ്പൊ ആവശ്യമില്ലാതെ മാങ്കൂട്ടത്തിലേക്കും പോയില്ല, മറ്റു വല്ല വിഷയങ്ങളും പോലെ വികസനത്തെ ഊന്നിയാണ് നിന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധാരണ വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ മാലിന്യ മുക്തമായ ഒരു നഗരം അല്ല, ഇതിന് ഒരുപാട് സ്കീമുകളുണ്ട്. ഇതൊന്നും നമ്മളെ യഥാവിധി നടപ്പാക്കാനോ അതിനുള്ള നേതൃത്വമോ ഉണ്ടായാലും വളരെ ദുർബലമായ ഒരു
മേയറുടെ ഭരണത്തിന്റെ കീഴിൽ പുറകെ നിന്നാണ്. അതായത് നമ്മൾ പറയുമ്പോഴറിയാമല്ലോ, പിൻ സീറ്റ് ഡ്രൈവിംഗിലാണ് തിരുവനന്തപുരം കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം പൊതുവേ ഒരു ഓൺലുക്കർ പറയും തിരുവനന്തപുരം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. 2015 ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. നാമമാത്രമായ ഭൂരിപക്ഷമാണ് 2020 ഉണ്ടാകുന്നത്. ആ 2020 ഭൂരിപക്ഷം തന്നെ ഈ കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ടിന്റെ കേന്ദ്രീകരണം കൊണ്ട്, കോൺഗ്രസ് വോട്ട് ഇടതിലേക്ക് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമല്ല തിരുവനന്തപുരം. പൊളിറ്റിക്കലായിട്ട് തിരുവനന്തപുരത്തിലെ രാഷ്ട്രീയമായിട്ട് ഏക ശക്തി എന്ന് പറയുന്നത് BJP ആണ്. അപ്പൊ താങ്കൾ പറയുന്ന BJPക്ക് 51 കൂടുതൽ സീറ്റ് കിട്ടും. ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തില് കോർപ്പറേഷനിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടും ന്യൂനപക്ഷ വോട്ടും പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിലേക്ക് പോകണം കഴിഞ്ഞ തവണത്തെ പോലെ. അപ്പൊ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കോൺഗ്രസിന്റെ വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിന് പോകാനോ BJPയെ തോൽപ്പിക്കാനായിട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിന് പോകാനോ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം കോൺഗ്രസിന് അത് അതിന്റെ അവസാനമായിരിക്കും അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ BJPയുടെ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിക്കും എന്നുള്ള ഇതിലാണ്. മറ്റൊന്ന് SDPI പോലെയുള്ള പാർട്ടികളുടെ വോട്ട് SDPI പിടിക്കുകയാണെങ്കിൽ അതും BJPക്ക് അനുകൂലമായ ഘടകമായി മാറും. കാരണം കഴിഞ്ഞ തവണ ആ വോട്ടുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു വോട്ടിന്റെ ഒരു പോളറൈസേഷൻ തിരുവനന്തപുരത്ത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു മുൻവിധിയിലും കൂടെ, നിരീക്ഷണത്തിൽ കൂടെയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ മതപരമായിട്ടുള്ള വലിയൊരു പോളറൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ സാധാരണഗതി അതേപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം കുറെയൊക്കെ വാർഡുകളിലെങ്കിലും നിൽക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് BJPക്ക് ഒന്നാം കക്ഷിയല്ല ഭൂരിപക്ഷത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇലക്ഷൻ ഏതാണ്ടൊക്കെ കൃത്യമായിട്ട് അതെ കാരണം ഭരണപരാജയം കൂടെ നമ്മളിവിടെ ഒന്നിച്ച് വായിക്കണം. നമ്മൾ ഇതിനകത്ത് പറയേണ്ടത് എല്ലാ ആളുകളും ജാതി മത പരിഗണന വെച്ചല്ല വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഒരു സ്ഥാനാർത്ഥി പോലും ആക്കാതെ അവരെ മാറ്റി നിർത്തുന്ന, അതും ഒരു യങ് ആയിട്ടുള്ള ഒരു ലേഡിയെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായ ഗുരുതരമായ ഒരു വിഷയമാണ്. കാരണം സിറ്റിംഗ് മേയർ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നുള്ളത്, അതും ചെറുപ്പക്കാരി എന്നുള്ളത്, പ്രായമായ ഒരാളല്ല. അതുപോലെ കാര്യമായ പ്രചരണ രംഗത്തോ ഇല്ല. അവര് തിരുവനന്തപുരത്ത് ഒരിടത്തും അവരുടെ ഫേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ഒരു പരാജയത്തിന്റെ. ഒരുപക്ഷെ BJP വിജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ രാഷ്ട്രീയ, ഞാൻ ഒരുപക്ഷെ എന്ന് പറയുന്നില്ല, ഞാനിത് ഇപ്പം ഇലക്ഷൻ ഏതാനും മണിക്കൂറുകളാണ് ഉള്ളത്. ഞാൻ ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, തിരുവനന്തപുരം നഗരസഭയിൽ BJP ആയിരിക്കും ഒന്നാമത്തെ കക്ഷി. BJP ആയിരിക്കും ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത്. നിലവിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷം എന്നുള്ള നിലയിലുള്ള BJPയുടെ 10 വർഷത്തെ കൺസിസ്റ്റന്റ് ആയ പെർഫോമൻസും വോട്ടിംഗ് പാറ്റേണിലും BJPയുടെ കഴിഞ്ഞ 15 വർഷത്തെ വോട്ടിന്റെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതും ഒരു മുന്നോട്ടാണുള്ള പ്രയാണമാണ്. അതുകൊണ്ട് ആണ് BJPയുടെ സാധ്യത വളരെ വലുതാകുന്നത്.